ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 12ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഴങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കുറേ പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ തരം പഴങ്ങളുമുണ്ടോ? സാറ് ചോദിക്കുകയാണ്. ഹോ, ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണും? ഓരോ തരം പഴങ്ങളും എത്ര വീതമുണ്ട്? തരം തിരിച്ചു വെച്ചാലോ? അപ്പോൾ ഒരു കുട്ടയിലാണ് പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കുട്ടികൾ പറയുന്നത്? ഇങ്ങനെ വെച്ചാൽ എണ്ണാൻ പ്രയാസമാണ്, നമുക്ക് ഓരോന്നും തരം തിരിച്ചു വെച്ച് എണ്ണാമെന്നാണ്. പഴങ്ങൾ തരം തിരിച്ചത് നോക്കൂ. കണ്ടില്ലേ? ഓരോ പഴങ്ങളായി തരം തിരിച്ചു. ഇനി അത് എണ്ണി നോക്കണം. ആദ്യത്തേത് ആപ്പിളാണ്. എത്രയാണുള്ളത്? 1, 2, 3, 4, 5 ആപ്പിളാണുള്ളത്. മാങ്ങ 3 എണ്ണം. പഴം എത്രയാണ്? 10 നേന്ത്രപ്പഴമാണ് ഉള്ളത്. പേരയ്ക്ക 8 എണ്ണം. ഓറഞ്ച് 3, കൈതച്ചക്ക 1. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആപ്പിൾ 5, കൈതച്ചക്ക 1, മാങ്ങ 3, ഓറഞ്ച് 3, പേരയ്ക്ക 8, നേന്ത്രപ്പഴം 10. ഏത് തരം പഴമാണ് കൂടുതലുള്ളത്? നേന്ത്രപ്പഴമാണ് കൂടുതലുള്ളത്, 10 എണ്ണം. ഒരെണ്ണം മാത്രമുള്ള പഴം ഏതാണ്? കൈതച്ചക്ക. മൂന്നാമത്തെ ചോദ്യം, ഒരേ എണ്ണമുള്ള പഴങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? മാങ്ങ, ഓറഞ്ച്. ഇത് ഓരോന്നും 3 എണ്ണം വീതമാണ് ഉള്ളത്. പൈനാപ്പിളിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പേരയ്ക്ക? പേരയ്ക്ക 8 എണ്ണം, പൈനാപ്പിൾ 1. അപ്പോൾ 8 കുറയ്ക്കണം 1, 7 എണ്ണമാണ് കൂടുതലുള്ളത്. മാങ്ങയേക്കാൾ കൂടുതലുള്ള പഴങ്ങൾ ഏതെല്ലാം? ആപ്പിൾ 5 എണ്ണം, പേരയ്ക്ക 8, നേന്ത്രപ്പഴം 10. മാങ്ങ എത്രയാണുള്ളത്? 3 എണ്ണം അല്ലേ? സ്കൂളിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ എടുത്ത് അവർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. നിങ്ങളും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കൂ. അടുക്കളയിൽ നിന്ന് ഏതെല്ലാം പാത്രങ്ങൾ എടുത്തു? പട്ടികയിൽ എഴുതൂ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സ്കൂളിലെ അടുക്കളയിൽ നിന്നെടുത്ത പാത്രങ്ങളാണ്. ഓരോന്നും എത്ര വീതം എടുത്തു എന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിന്നെടുത്തത് നിങ്ങൾക്ക് എഴുതാം. വലിയ ആ ബക്കറ്റ് 1 എണ്ണം, ചെറിയത് 2 എണ്ണം. അതുപോലെ തന്നെ വലിയ പാത്രം ബൗള് 2 എണ്ണം എടുത്തു. വലിയ തവി 3 എണ്ണം, ചെറിയ സ്പൂൺ 5 എണ്ണം. എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണമാണ്. ഗ്ലാസ് 8, പ്ലേറ്റ് 6, തവി 2, സ്പൂൺ 10, ചട്ടി 3, മൺകലം 1, ബക്കറ്റ് 4. പലഹാരങ്ങൾ. മിലൻ പാത്രങ്ങളുടെ എണ്ണം നോക്കാൻ അടുക്കളയിൽ പോയി. അമ്മ അവൻ്റെ ഇഷ്ടപലഹാരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ എണ്ണാനായിട്ട് മിലൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. എൻ്റെ പിറന്നാളല്ലേ, എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണം. മിലൻ പറഞ്ഞു, എൻ്റെ പിറന്നാളായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണമെന്ന്. മിലൻ ഉണ്ണിയപ്പവുമായി ക്ലാസ്സിലെത്തി. കണ്ടില്ലേ എല്ലാവർക്കും കൊടുക്കുന്നത്? അപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടി പറയാണ്, എനിക്ക് ഇലയടയാണ് ഇഷ്ടമെന്ന്. ആ കുട്ടിക്ക് അടയാണ് ഇഷ്ടം. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാരുടെയും ഇഷ്ടപലഹാരം ചോദിച്ചറിയൂ. ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ചിത്രരൂപത്തിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവരുടെ ഇഷ്ടപലഹാരം കണ്ടെത്തി എഴുതണം. അത് ആർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് എണ്ണം കൂടി എഴുതണം. അപ്പോൾ എണ്ണം എഴുതേണ്ടത് എങ്ങനെയാണ്? ചിത്രം വരച്ചിട്ടാണ്. ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാളുടെ ചിത്രമാണ് വരയ്ക്കേണ്ടത്. 2 ആൾക്കാണെങ്കിൽ 2 എണ്ണം വരയ്ക്കണം. അങ്ങനെ. ഇലയട ഇഷ്ടമായത് 5 പേർക്കാണ്. കണ്ടില്ലേ? 5 ചിത്രം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യപ്പം 4, ഉഴുന്നുവട 5, ബോണ്ട 4, ഉണ്ണിയപ്പം 5, പരിപ്പുവട 4, ഉള്ളിവട 4. അച്ചപ്പത്തിന് നേരെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ 1. കുഴലപ്പം 3. ക്ലാസ്സിലാകെ 35 കുട്ടികളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എത്ര പേർ? ഇലയട, ഉഴുന്നുവട, ഉണ്ണിയപ്പം. ഓരോന്നും 5 പേർക്ക് വീതം ഇഷ്ടമാണ്. ഇലയട ഇഷ്ടമുള്ള 5 പേരുണ്ട്, ഉഴുന്നുവട ഇഷ്ടമുള്ള 5 പേരുണ്ട്, ഉണ്ണിയപ്പം ഇഷ്ടമുള്ള 5 പേരുണ്ട്. ഉഴുന്നുവട ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 5 പേർ അല്ലേ? ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ്? അച്ചപ്പം. ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഏറ്റവും കുറച്ച് പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? അച്ചപ്പം.
നെയ്യപ്പം ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 4. ഏതൊക്കെ പലഹാരങ്ങൾക്കാണ് ഒരേ എണ്ണം കുട്ടികളുള്ളത്? ഇലയട, ഉഴുന്നുവട, ഉണ്ണിയപ്പം. 5 പേർ വീതം. അതുപോലെ തന്നെ നെയ്യപ്പം, ബോണ്ട, പരിപ്പുവട, ഉള്ളിവട. 4 പേർ വീതം. പട്ടികയിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 35. കളിവാഹനങ്ങൾ. മിലന് പിറന്നാൾ സമ്മാനമായി കളിപ്പാട്ടം വാങ്ങാൻ അവർ കടയിലെത്തി. കളിവാഹനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടു. ചിത്രം നോക്കൂ. ഓരോ വാഹനത്തിൻ്റെയും എണ്ണം വരച്ചു ചേർക്കൂ, എണ്ണം എഴുതൂ. അപ്പോൾ മിലന് സമ്മാനം വാങ്ങാനായിട്ട് പോയതാണ്. കളിവാഹനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് നോക്കൂ. അത് എണ്ണി അതിൻ്റെ എണ്ണം എഴുതണം. കാറ് 8, ബസ് 2, ജീപ്പ് 5, വിമാനം 1, സൈക്കിൾ 8, ഓട്ടോറിക്ഷ 6. ഇത്രയും വാഹനങ്ങളാണ് നിരത്തി വച്ചിരിക്കുന്നത്. ഏതു വാഹനമാണ് ഏറ്റവും കുറവ്? വിമാനം ഒരെണ്ണം. ഒരേ എണ്ണമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? കാർ, സൈക്കിൾ 8 എണ്ണം വീതം. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഓട്ടോറിക്ഷ എത്ര എണ്ണമുണ്ട്? ബസ്സും ജീപ്പും കൂടി ആകെ എത്രയുണ്ട്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? പട്ടികയിൽ ആകെ എത്ര വാഹനങ്ങൾ വരച്ചിട്ടുണ്ട്? എന്തെല്ലാം കാണാം? നിങ്ങളുടെ സ്കൂൾ കെട്ടിടം നോക്കൂ. ജനൽ, വാതിൽ, ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാൻ, ലൈറ്റ് എന്നിങ്ങനെ എന്തെല്ലാം കാണാം? അത് പട്ടികയാക്കൂ. അപ്പോൾ സ്കൂളിലുള്ള ജനൽ, വാതിൽ, ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാൻ, ലൈറ്റ് ഇതെല്ലാം പട്ടികയാക്കി എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ജനൽ 4, ചിത്രം കൊടുത്തിട്ടുണ്ട് 4 എണ്ണം. വാതിൽ 1, ബോർഡ് 1, സ്വിച്ച് ബോർഡ് 2, ഫാൻ 2, ലൈറ്റ് 3. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ചോദ്യങ്ങൾ. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളത് ഏതാണ്? ആകെ എത്ര ലൈറ്റുകൾ ഉണ്ട്? നിനക്കിഷ്ടപ്പെട്ട നിറമുള്ള ജനൽ ഏതാണ്? ഇതൊക്കെയാണ് ചോദ്യം. ചിത്രവായന. പേജ് 173 ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാം ജീവികൾ? പട്ടികയിൽ എഴുതൂ. അപ്പോൾ പേജ് 173 ചിത്രം നോക്കി എഴുതണം. കുരങ്ങ് 6, നായ 1, മുയൽ 3, അണ്ണാൻ 8, പൂച്ച 2, കാക്ക 5, തത്ത 3, മൈന 3, മരം കൊത്തി 1. ഇത്രയുമൊക്കെയാണ് ചിത്രത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ എണ്ണമുള്ള ജീവി ഏതാണ്? അണ്ണാനാണ്, 8 എണ്ണം. അതുപോലെ തന്നെ ഒരേ എണ്ണമുള്ള ജീവികൾ ഏതൊക്കെയാണ്? മുയൽ, തത്ത, മൈന 3 എണ്ണം വീതം. ഏറ്റവും കുറഞ്ഞ എണ്ണമുള്ള ജീവികൾ ഏതെല്ലാം? നായ, മരം കൊത്തി 1 എണ്ണം വീതം. കാക്കയും പൂച്ചയും കൂടി ആകെ എത്ര എണ്ണമുണ്ട്? 7. 5 കൂട്ടണം 2. ഇനി കുരങ്ങുകളുടെ എണ്ണം എത്രയാണ്? 6. എത്ര കുട്ടികൾ? മിലൻ്റെ സ്കൂളിലെ കുട്ടികളുടെ വിവരമാണ് ചുവടെ. ക്ലാസ് 1, 2, 3, 4 കണ്ടില്ലേ? 1-ൽ ആൺകുട്ടികൾ 15, പെൺകുട്ടികൾ 19, 2-ൽ 20 ആൺകുട്ടികൾ, 20 പെൺകുട്ടികൾ, 3-ാം ക്ലാസ്സിൽ 19 ആൺകുട്ടികളും 22 പെൺകുട്ടികളും, 4-ാം ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 17 പെൺകുട്ടികളും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് 3, 22 പെൺകുട്ടികൾ. ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് 3-ൽ തന്നെയാണ്. 41 കുട്ടികളാണ് ഉള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടി. 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ് 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം? 5. എങ്ങനെയാണ്? 4-ാം ക്ലാസ്സിൽ 20, 1-ാം ക്ലാസ്സിൽ 15. അപ്പോൾ 20 കുറയ്ക്കണം 15, 5. ഒരേ എണ്ണം ആൺകുട്ടികൾ ഉള്ളത് ഏതൊക്കെ ക്ലാസ്സിലാണ്? 2-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 20 പേർ വീതം. ഇനി മിലൻ്റെ ക്ലാസ്സിലെ ആകെ വിവരങ്ങളാണ്. ആൺകുട്ടികളുടെ എണ്ണം 74 ആണ്. കണ്ടില്ലേ? 15 കൂട്ടണം 20 കൂട്ടണം 19 കൂട്ടണം 20. ഇനി പെൺകുട്ടികളുടെ എണ്ണം 78 ആണ് ആകെ. 19 കൂട്ടണം 20 കൂട്ടണം 22 കൂട്ടണം 17. ആകെ കുട്ടികളുടെ എണ്ണം 152. എങ്ങനെയാണ്? 74 ആൺകുട്ടികളും 78 പെൺകുട്ടികളും കൂട്ടി. ഓക്കെ ഡിയേഴ്സ്, പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.